പിന്നെ നന്ദു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അവനല്ല എങ്ങനെ ഉണ്ടായിരുന്ന പരീക്ഷ? എളുപ്പമായിരുന്നു, സിമ്പിളായിരുന്നു, ഈസി, സിമ്പിളായിരുന്നു, ഭയങ്കര സിമ്പിളായിരുന്നു ചേച്ചി. അതൊന്നും നോക്കാല്ല, ഭയങ്കര സിമ്പിളായിരുന്നു. എന്നിട്ട് മാർക്ക് വരുമ്പോ ഡി ഗ്രേഡ്. ഓക്കെ, നന്ദു പഠിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനി ആടും. ഇനിയിപ്പോ എന്നാ നോക്കാനാ? 1 മണി കഴിഞ്ഞില്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പഠിക്കാം. പിന്നെ പരീക്ഷയുടെ ദിവസമാകും, രാവിലെ ആവും, ഇവന്മാര് പോവും, പരീക്ഷ എഴുതും, തോക്കും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ. ഇതിന്റെ അകത്തുള്ള ഉപ്പമ്മയുടെ ആണെങ്കിലും ഉപ്പു പാത്രം അത് എന്റെയാണ്. ഒരു കൂൺകറി ഉണ്ടാക്കാം. വെള്ളം ഒഴിക്കുന്ന ഈ ചട്ടുകത്തിന് മേലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതേ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളല്ല അതിലേക്ക് ഒഴുകി വരും. അതെന്റെ ബ്രില്യൻ മൂവാണ്. ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഇതിവിടെ ഒരു മരണം വീട് പോലെ കിടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും വരുന്നില്ലാന്ന്. അതിന്റെ കാരണം എന്താണ്? നോ, അതിന്റെ കാരണം എനിക്ക് മടിയാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം ഞാൻ രാവിലെ എന്നൊക്കെ വിചാരിക്കും വീഡിയോ എടുക്കണം. ഞാൻ നന്ദുപൊട്ടനെ കാണുന്നില്ല. തല നീക്കടമില്ലേ, 4 ആൾ അറിയട്ടെ. അപ്പൊ അത് എടുക്കും, എനിക്കത് എടുക്കാനായിട്ട് പറ്റാറില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ 1 2 3 4 ഞങ്ങൾ 4 പേരോട് ഒന്നിച്ചു കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം പറയാവോ? ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയാണ്. നോക്കൂ. അതുകൊണ്ട് കളിക്കുടുക്ക വായിക്കും. അതുകൊണ്ട് പഠിക്കാനൊന്നും ഇല്ലാത്തോണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയാണ്. എനിക്ക് സുവോളജിയാണ് പരീക്ഷ. ഞാൻ ആകെ 2 ഒന്നതിന്റെ ഇൻട്രൊഡക്ഷനാണ്. ഞാൻ ആകെ 1 പേജേ വായിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ബുക്കിന് മൊത്തം എത്ര പേജ് ഉണ്ട്? ഈ പുസ്തകം ഞാൻ മിനിഞ്ഞാന്നെങ്ങാണ്ടാണ് വായിച്ചത്. 92 പേജാണ് വായിച്ചത്. നന്ദുവിന്റെ പഠിത്തം ഒരു പ്രത്യേക, അമ്പാടിയുടെ പഠിത്തം എങ്ങനെയാണെന്നറിയാമോ? ഏതെങ്കിലും വെറൈറ്റി ഒരു പേന എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കുത്തി വരച്ചോണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. എന്റെ പഠിത്തം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ഹൈലൈറ്റർ നിർബന്ധം. ഹൈലൈറ്റർ ഇല്ലെങ്കിൽ എനിക്ക് പഠിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന സാധനം ഇങ്ങനെ വരച്ചിടും. നന്ദുവിന് പരീക്ഷ ഹിന്ദിയാണ്. നന്ദു ആദ്യം ഇവിടെ വരുമ്പോഴേ പരീക്ഷ പേപ്പർ തുടച്ചോ, നീ തന്നെ തുടച്ചോ. ഉടുപ്പൂരി തുടയ്ക്കാൻ പോണോ? അല്ല, എന്ന് വെച്ചാൽ പരീക്ഷ പേപ്പർ ആരും കാണരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ളം മറിച്ച് രക്ഷപ്പെട്ടത്. ഒരുപാട് മാർക്കുണ്ടേ, അതുകൊണ്ട്. അപ്പോൾ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്ദു പഠിക്കുന്നു. നന്ദുവിന് ഹിന്ദിയാ പരീക്ഷ. കയ്യേഷൊക്കെ കണ്ടോ? ശരി, തീന നന്ദു. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ തുറന്നു വെക്കും. എന്നിട്ട് ഇങ്ങനെ ആടും. ഞാൻ കാണിച്ചു തരാവേ. രാവിലെ 6 മണിക്കൊക്കെയാണ് ഇത് കാണേണ്ടത്. സെൽഫ് ക്ലീനിങ്. ഓക്കെ, നന്ദു പഠിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആടും. അത് അടുത്ത പേര് നോക്കി. അപ്പൊ ഞാൻ വന്ന് പറയും, നന്ദു പഠിക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ പഠിക്കുക. ഇപ്പൊ നീ എന്നാ പഠിച്ചേ? വായിക്കുന്നുള്ളൂ, അത് വായിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ. അതുപോലെ അമ്പാടിയോട് നമ്മൾ ചോദിക്കുക, എന്തെങ്കിലും ഈ പാഠം എഴുതി തരാം, അതൊക്കെ പഠിക്കണം. ഇംഗ്ലീഷിലേ അതൊക്കെ പഠിക്കണം. ഞങ്ങൾക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇംഗ്ലീഷിന്റെ കാര്യം ഇന്നേ വരെ അങ്ങനെ സംഭവം. അത് കഴിഞ്ഞിട്ട് മാർക്ക് വന്നെന്ന് വിചാരിക്കുക നമ്മള്. അപ്പൊ അമ്പാടി, അയ്യോ എന്റെ തലവേദനയുള്ള അമ്മ എനിക്കുണ്ട്. തലവേദനയല്ല, മേലുവേദനയാണോ തൊണ്ടവേദനയുള്ള അമ്മ എന്നിട്ട്. അമ്പാടിയുടെ മാർക്ക് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എടാ പരീക്ഷ എങ്ങനെ? അപ്പൊ അമ്പാടി പറയും, എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു പരീക്ഷ, ഭയങ്കര ടഫ്, എല്ലാവർക്കും പാടായിരുന്നു. ക്ലാസ് ടോപ്പർ വരെ ഇരുന്ന് കരയുമായിരുന്നു. അത്രയും പാടാ, എനിക്ക് തീരെ പറ്റുന്നില്ല. എന്നിട്ട് 2 3 ഒക്കെ മേടിച്ചോണ്ട് വരും അമ്പാടി. അതാണ് നമ്മുടെ അമ്പാടി ചേട്ടന്റെ ഗുണം. പിന്നെ നന്ദു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അവനല്ല എങ്ങനെ ഉണ്ടായിരുന്ന പരീക്ഷ? എളുപ്പമായിരുന്നു, സിമ്പിളായിരുന്നു, ഈസി, സിമ്പിളായിരുന്നു, ഭയങ്കര സിമ്പിളായിരുന്നു ചേച്ചി. അതൊന്നും നോക്കാല്ല, ഭയങ്കര സിമ്പിളായിരുന്നു. എന്നിട്ട് മാർക്ക് വരുമ്പോ ഡി ഗ്രേഡ്, സി ഗ്രേഡ്. എന്നിട്ട് ഇവൻ ഈ ഈസിയാന്ന് പറയുന്നത് കേട്ട് ഞാൻ വാദിക്കും അമ്മയോടും ചിറ്റിയോടും. അവൻ ഈസിയാന്ന് പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ അവനെ വഴക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? അവന് തോന്നുമ്പോ അവൻ പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാരും കൂടെ ആരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവന് മാർക്ക് കഴിയുമ്പോ എന്നെ തോറ്റ അവന് കുഴപ്പമില്ല, പഠിപ്പിച്ച ആൾക്കാർക്ക് കുഴപ്പമില്ല, കൂടെ നിന്ന് എനിക്ക് തെറ്റ്.
അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എതിർത്ത്. പിന്നെ 12 മണിക്കൊക്കെ നമ്മൾ ഒന്നിച്ച് പഠിക്കാനിരിക്കുമല്ലോ, അപ്പം ഞാൻ ഇവന്മാരെ പഠിപ്പിക്കായിരിക്കും. എന്നിട്ട് ഇവന്മാരങ്ങ് ഗോസിപ്പ് തുടങ്ങും. ഒരു 12 കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് ഇളകുന്നത് സ്കൂൾ അങ്ങനെ ഉണ്ടായി അപ്പം മറ്റേത് തിരിച്ച അപ്പോൾ ഒരു 1 മണിക്ക് ശേഷം ഞാൻ ചോദിക്കടാ നമുക്ക് പഠിക്കണ്ടേ, നമ്മൾ പഠിക്കാനിരുന്നത് ഇനിയിപ്പോൾ എന്നാ നോക്കാനാ, 1 മണി കഴിഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ കിടന്ന് ഉറങ്ങാം, എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പഠിക്കാം. പിന്നെ പരീക്ഷയുടെ ദിവസമാകും, രാവിലെ ആവും, ഇവന്മാർ പോവും, പരീക്ഷ എഴുതും, തോക്കും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തോക്കത്തില്ല, ഡി ഒക്കെ കിട്ടും, DSC ഒക്കെ കിട്ടും. സാധാരണ ഇങ്ങനെയാണ് നടക്കാറ്. പക്ഷെ ഇപ്രാവശ്യം നമ്മളതെല്ലാം തെറ്റിക്കും അല്ലേ, നല്ല മാർക്ക് വാങ്ങും ഇവന്മാര്, പക്ഷെ ഞാൻ തോക്കും. ഗൈസ്, എന്നെ പഠിപ്പിക്കാനായിട്ട് ചേച്ചി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പോവാ. ഇവരൊന്നും പഠിക്കുന്നില്ല, ഇവരിങ്ങനെ കിടന്ന് വെറുതെ തല്ലുകൂടുക. നന്ദു ആണെങ്കിൽ നന്ദു ഇൻസ്റ്റഗ്രാം അഡിക്റ്റ്. നന്ദു ഓ അമ്മ സപ്പോർട്ട് ചെയ്തോ അവനെ. അവൻ മധുരം ബൈ മീനസ് മോമിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുവാണ് ഈ നാളെ പരീക്ഷയുടെ തലേന്ന്. കണ്ടല്ലോ. എടാ നിനക്ക് ഇതിന് എന്താ ഗുണം? നിനക്ക് എന്തെങ്കിലും മേടിച്ചു തരുമോ അമ്മ? രസത്തിന് വേണ്ടിയാണ് നീ ചെയ്യുന്നത്. ഓ അമ്മ നന്ദുനൊന്നും കൊടുക്കാതെയാണ് ചെയ്യിപ്പിക്കുന്നത്. എല്ലാം വാങ്ങിച്ചു കൊടുക്കും, അവന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഞങ്ങൾക്ക് അമ്മ തന്നില്ലെങ്കിലും അമ്മ നന്ദുവിന് കൊടുക്കും, എല്ലാം കൊടുക്കും. പ്രത്യേകിച്ച് ഭക്ഷണം. ഈ വീട്ടിൽ 2 ചിക്കൻ പീസ് ആണെങ്കിൽ അമ്മ നന്ദുവിന് കൊടുക്കും, പക്ഷെ നമുക്ക് തരില്ല. അതാണ് അമ്മയും അവനും തമ്മിലുള്ള ടേംസ്. അമ്പാടിക്ക് ചോട്ടൂന് കൊടുത്താലും അമ്പാടിക്ക് അമ്മ കൊടുക്കില്ല. കാരണം അമ്പാടിന് മുന്നേ കട്ട് കഴിക്കും. അമ്പാടി എല്ലാം കട്ട് കഴിക്കലാണ് അമ്പാടിയുടെ മെയിൻ പരിപാടി. എനിക്ക് വേണ്ടി മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അവൻ കഴിക്കും. എന്നാ ബൈ, ഞാൻ പോയി പഠിച്ചിട്ട് വരാം. ബൈ. നമ്മൾ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൂൺ കറി ഉണ്ടാക്കാം. അങ്ങനെ വീട്ടിലെ വലിയൊരു റിവോൾട്ടിന് ശേഷം, ഒരു യുദ്ധത്തിന് ശേഷം അമ്മ എനിക്ക് കൂണും മറ്റു സാധനങ്ങളും അലൗ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വീട്ടിൽ എനിക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ ഒരു ചട്ടി. ഇത് അമ്മയുടെ ഫേവറേറ്റ് ചട്ടിയാണ്. അങ്ങനെ ഇതൊന്നും അമ്മ ആർക്കും കൊടുക്കത്തില്ല. നമ്മൾ അത്രയും കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടും ഇത്രയും ചീത്ത കേട്ടത് കൊണ്ടും നമുക്കത് തന്നു. അത് പിന്നെ അമ്മയുടെ എന്ത് മസാല എന്നു മനസ്സിലാവില്ല. ഗരം മസാല, ബാക്കിയെല്ലാം മറ്റേ മഞ്ഞപ്പൊടി, മുളക് പൊടി, അതൊക്കെ അമ്മയുടെ. പിന്നെ ഉപ്പ്, ഇതിന്റെ അകത്തുള്ള ഉപ്പ് അമ്മയുടെ ആണെങ്കിലും ഉപ്പ് പാത്രം അത് എന്റെയാണ്. അതുകൊണ്ട് എനിക്കിത് എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം. കേട്ടില്ലേ വെച്ച? നിങ്ങളത് കേൾക്കുന്നുണ്ടോ? അമ്മ എവിടെ വാ അമ്മ. അമ്മയെ കളിക്കില്ലേ? നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്റെ തന്നെ ഈ ചോട്ടിന്റെ വായിക്കാത്ത നമ്മളിതെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്റെ തന്നെ ഡിഷാണ്. അപ്പൊ നിങ്ങൾ ആരും ഇത് അനുകരിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇതുണ്ടായി വരട്ടെ എന്നിട്ട് ഞാൻ പറയാം ഇതെങ്ങനെയാണെന്ന്. അതായത് എനിക്ക് കൂൺ സോസ് ഒക്കെ ഒഴിച്ച് അങ്ങനെ തരുന്ന ഇഷ്ടം, അല്ലെങ്കിൽ ചുമ്മാ പുഴുങ്ങി കഴിക്കണം, അതാണ് എനിക്കിഷ്ടം. പക്ഷെ ഇത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു കൂൺ കറിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഓൾറെഡി ഒഴിച്ചു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി എരിഞ്ഞത്, അതിനുശേഷം ഇഞ്ചി, പിന്നെ കറിവേപ്പില 2 തണ്ടാണ് ഞാൻ ഇടുന്നത്. അത്രയും ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇതിന് പ്രത്യേക സമയം പറയാൻ അറിയത്തില്ല. നമുക്ക് തോന്നുമല്ലോ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നന്നേരം നിർത്തിക്കണം. കാരണം ഈ സവോളയുടെ ചവ അങ്ങനെ തന്നെ ചവയ്ക്കുന്നത് ഇഷ്ടമല്ല. ഒരു പ്രത്യേക ജീവിതം എനിക്ക് തോന്നുന്നുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബിലോ. അതായത് സവോള ഇങ്ങനെ പച്ചച്ചവ ചവയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് ഇങ്ങനെ നല്ല വഴണ്ട് കുക്ക് ചെയ്തിട്ടിരിക്കണം. സവോള ചേർത്ത് കൊടുക്കാം.
SSLC പരീക്ഷ എഴുതി വരുന്ന എന്റെ കുഞ്ഞാണിത്. A+ ആട്ടോ, ഫുൾ A+. ഞങ്ങൾക്ക് ഇത് വെക്കേണ്ടതാ. കൂണ്ടാത്തോട് സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഉദ്ദേശം സവാള നന്നായി വഴണ്ടതിന് ശേഷം ഒരു ഹാഫ് വഴണ്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇടാം. എന്നിട്ടിത് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കൂൺ അതിലേക്ക് ഇട്ട് പിന്നെ അടച്ചു വെക്കാം. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊന്നും അളവില്ല, തോന്നുമ്പോൾ ഒഴിച്ചാണ്. നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള പൊടികളെല്ലാം ഏതൊക്കെ ടേസ്റ്റ് ആണോ ഇഷ്ടം അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടു. മുളക് പൊടി കുറച്ച്, എന്നിട്ട് എരിവിന് ഇതാ ഇടുന്നത്. കളറിന് വേണ്ടി അത്ര വേണ്ട. വേണ്ട, എനിക്ക് അമ്മ ഇടുന്നില്ല കൈ കൊണ്ട്. അമ്മയുടെ കൈ കൊണ്ട് ഏത് ഇപ്പൊ ഇട്ട എടി കള്ളി എന്നടാ ആക്ച്വലി എല്ലാ കറികളും ടേസ്റ്റ് എന്താണെന്നറിയാം, ഉപ്പ്. ഞാനൊരു ഉപ്പ് ലവറാണ്. ഒന്നും കൂടെ ഉപ്പിട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാണ്. നന്നായിട്ട് ഇളക്കുക. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം ഉണ്ടാക്കില്ല, അത് മാറുന്നവരെ ഇളക്കുക. ഇതാർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. താങ്ക് യു. കുറച്ച് വെള്ളം ഒഴിക്കാമല്ലേ, അല്ലെങ്കിൽ വൃത്തികേടാവും. വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചട്ടുകത്തിന് മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതേ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളല്ല അതിലേക്ക് ഒഴുകിയിരിക്കും. അതെന്റെ ബ്രില്യൻ മൂവാണ്. ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്തതാ. പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു മാത്രമേ. ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു രസത്തിന്റെ ടേസ്റ്റ് വരും. അങ്ങനെയാണെങ്കിൽ സക്സസ്. ഞാൻ ഉണ്ടാക്കുന്ന അതേ കറിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചെറിയ തിള നമ്മൾ നടന്നുകൊണ്ട് കൂണിട്ട് വെക്കാം. കൂൺ നല്ലപോലെ വേവണം, അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതെനിക്ക് തോന്നുന്നു ഇനി അടച്ചു വെച്ച് വേവിക്കുന്നതായിരിക്കും ബെറ്റർ. അതായിരിക്കും നല്ലത്. നമ്മളത് അടച്ചു വെച്ച് വേവിച്ചു കുറച്ചു നേരം. ഇതിന് ഞാൻ കുറച്ചു നേരം ഇപ്പൊ അത് തുറന്നു വെച്ച് വേവിച്ചിരിക്കാം. കാരണം ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് അങ്ങ് വറ്റണം. അന്നേരം നമ്മളിട്ട് അരപ്പൊക്കെ ഇതിനോട്ട് പിടിക്കും. പിന്നെ ആ തേങ്ങാപ്പാലിലേക്ക് കിടന്ന് സന്തോഷമായിക്കോളൂ. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഉപ്പ് എന്തെങ്കിലും വേണം നോക്കാം. നമ്മുടെ കൂൺകറി റെഡി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ ഇവിടെ വാ. അമ്മയല്ല അച്ഛനാണ്, ഇവിടെ വാ. കൊച്ചുണ്ടാക്കിയതായിട്ട് പറയില്ല, സർവമായിക്കകത്ത് പറയുന്ന പോലെ കിട്ടുക. ഇതാ ഞാൻ എപ്പോഴും ചോദിച്ചത്. പക്ഷെ എന്റെ സാരി വെച്ചിട്ട് ശരിയാവും. ഇതോടുകൂടി തന്തോടുകൂടി അന്ത്യം. ദി എൻഡ്. സെപ്പറേറ്റഡ് ആൻഡ് ഡെസ്പറേറ്റഡ്. അത് നോണ പറയുന്ന കേട്ടോ. അമ്മ വെക്കുമ്പോ ചട്ടി ഉൾപ്പെടുത്തി വെച്ചേ. പിന്നെ എന്നെ പുകഴ്ത്തിയുള്ള ഞാനൊന്നും മിണ്ടാത്തുള്ളൂ. അമ്മ ഇങ്ങോട്ട് ആക്ച്വലി ഇത് ഓൾറെഡി പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അമ്മ ഇവിടെ ആക്ച്വലി എനിക്ക് ഷെഫ് രമ്യ പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അമ്മ ഇവിടെ വാ. അമ്മ സുന്ദരിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അമ്മയുടെ ശാലീന സൗന്ദര്യം ആരും കണ്ടാൽ മയങ്ങി. പിന്നെ എന്നാ അമ്മയ്ക്ക് വയ്യാട്ടോ, എനിക്ക് തീരെ വയ്യ. ഒന്നും നിങ്ങൾ കണ്ടിട്ടോ വയ്യാൻ കിട്ടും. ഇത്രയേറെ സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ. വയ്യാതെ ഞാനൊക്കെ വയ്യാതിരുന്ന എന്നെ കണ്ടാൽ പോലും തിരിച്ചറിയത്. പക്ഷെ എന്റെ അമ്മയെ കണ്ടോ, പിങ്ക് കളർ കൗള്, നല്ല ചുണ്ട്, നല്ല കണ്ണ്. ഞാൻ എന്തോ സൂക്ഷിച്ച അമ്മയ്ക്ക്. ഞാൻ അതുകൂട്ടിന് പോലും ഇത്ര സൂക്ഷിച്ചൊന്നും കൊടുക്കാറില്ല.
നല്ലതാട്ടോ, സത്യസന്ധമായിട്ട് പറയാം, നല്ലതാണ്. പക്ഷേ എന്റെ കണക്കിന് ഒരു ലേശം വേണം കൂടുതലാണ് ഞാൻ പിന്നെ ഇട്ടത്. പക്ഷെ എനിക്ക് കറക്റ്റാ, എനിക്ക് കറക്റ്റാ. എനിക്ക് ഇത്ര വേണം. അമ്മയ്ക്ക് ഇച്ചിരി പ്രഷറുണ്ട്, അതുകൊണ്ടുള്ള അസ്ഥിത കരിയാക്കണ്ട. നമുക്ക് ചോറുണ്ണ, അത് ഞാൻ വെളിയിൽ പോയിട്ട് ചോറുണ്ട്. കുറച്ച് ഇറച്ചിയുണ്ട്, അതും കൂടി ചൂടാക്കി കഴിക്കാം. കൂങ്കറിയും ഇറച്ചിയും യോജിച്ചില്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ നമ്മൾ കൂട്ടണം, മനസ്സിലായോ? ഇത് രാവിലെ അമ്മ കള്ളപ്പത്തിന്റെ കൂടെ ഉണ്ടാക്കി ഇറച്ചിയ. പഠിക്കുക അമ്പാടി അറ്റ് ലാസ്റ്റ്. ഇത് എത്ര മണിയായി? 6-7 മണിയായപ്പോൾ അമ്പാടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 6:25 അമ്പാടി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 29. ടീച്ചർമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നോട്ട്. ഇതുവരെ ഇവൻ TV കാണുമായിരുന്നു. എൻ്റെ കൂൺകറിയും ഇറച്ചിയും റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാ, സൂപ്പർ.